ഈ മരം കണ്ട് ഗൈസ്, ബുഷ് ഫയറിൽ പെട്ടുപോയ മര. ഞാൻ പഴയകാലം ഈ ചരൽ റോഡുകൾ ഓർക്കുമ്പോൾ എനിക്ക് പഴയകാലം ഓർമ്മ വരും. പഴയകാലം ഈ നിങ്ങൾ ആരെങ്കിലും ചെറുപ്പകാലത്ത് റോഡിൻ്റെ സൈഡിൽ നിന്ന് കുളിച്ചിട്ടുണ്ടോ? റോഡിൻ്റെ സൈഡിൽ നിന്ന് കുളിച്ചിട്ടുണ്ടോ? അന്ന് ടാപ്പിൽ ഒരു ടാപ്പുണ്ടാവും ഇന്നെല്ലാം റോഡിൻ്റെ സൈഡിൽ. അന്ന് എല്ലാം വാട്ടർ കണക്ഷനൊക്കെ വരുന്നതിന് മുമ്പുള്ള സമയം. അപ്പോൾ ആൾക്കാർ റോഡിൻ്റെ സൈഡിലുള്ള ടാപ്പിൽ നിന്നാണ് പിടിച്ചുകൊണ്ട് പോകാറ്. അപ്പോൾ ചില സമയത്തൊക്കെ ആൾക്കാർ റോഡിൻ്റെ സൈഡിൽ നിന്ന് കുളിക്കും. അപ്പോൾ അന്നത്തെ മെയിൻ ഐറ്റങ്ങളായിരുന്നു നമ്മുടെ മറ്റേ ലൈഫ് ബോയ് സോപ്പ്. ഒത്തിരി ആൾക്കാരുണ്ട്. അതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അത് നമ്മുടെ ആൾക്കാർ അങ്ങോട്ട് വരണം. തേച്ചാലും തീരില്ല. അതെടുത്ത് ആരെങ്കിലും എറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എറിഞ്ഞു വീഴിക്കും. അതേപോലെയാണ് ലൈഫ് ബോയ് സോപ്പ്. പിന്നെ വീടിൻ്റെ അടുത്ത് റോഡിൻ്റെ സൈഡിൽ വല്ല തോടൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്തായിരിക്കും ആൾക്കാരൊക്കെ തുണി അലക്കണതൊക്കെ. ഇപ്പം അങ്ങനെ തുണി റോഡിലും പുഴയിലും തോട്ടിലൊക്കെ അലക്കണ ആൾക്കാരെ ഒന്നും കാണില്ല ഇപ്പം. നിങ്ങൾ ചുമ്മാ വഴിക്ക് നടക്കുമ്പോൾ ഉണ്ടാവുന്നൊരു സാധനമാണ് ഗൈസ് നൊസ്റ്റാൾജിയ. ഇവിടെ പിന്നെ ഒരു ഗുണമുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിംസ്ര ജന്തുക്കൾ കുറവാണ് എന്ന് പറയപ്പെടുന്നു. ഓസ്ട്രേലിയ ആൾക്കാർ ഇവിടുത്തെ സായിപ്പന്മാർക്കൊക്കെ ഇതിനെയൊക്കെ പേടിയാണ്. നീർക്കോലിനെ കണ്ടാലും അവർ ഓടി വിളിക്കും. നമ്മുടെ നാട്ടിനെ അപേക്ഷിച്ചൊക്കെ ഇവിടെ കുറച്ചുകൂടെ സേഫാണ്. ഇവിടെ കുറച്ച് ഇട്ടുകാലിയുണ്ട്, പാമ്പുണ്ട്. പാമ്പ് ഇന്ത്യയിൽ പുറത്താണ് കൂടുതൽ. പിന്നെ ഒന്നോ രണ്ടോ സസ്തനികളുണ്ട് വിഷമുള്ളത്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. പ്ലാറ്റിപ്പസോ അങ്ങനെയൊക്കെ ചെറിയ തോതിൽ വിഷമുണ്ട്. സ്പൈഡറുണ്ട്, പിന്നെ ഷാർക്ക് അറ്റാക്കുണ്ട്. അത് ഈ പറഞ്ഞ പോലെയൊന്നുമില്ല. അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല. നമ്മുടെ നാട്ടിലൊക്കെ എത്ര പേര്, നമ്മുടെ നാട്ടിൽ വയനാട്ടിൽ എത്ര പേര് തന്നെ പുലിയും കടുവയൊക്കെ പിടിക്കുന്നുണ്ട്. ആന ഇറങ്ങി എത്ര പേര് അടിച്ചു കൊല്ലുന്നുണ്ട്. അത്രയ്ക്കൊന്നും പ്രശ്നങ്ങൾ ഇവിടെ ഇല്ല. പക്ഷേ ആൾക്കാരെ പേടിപ്പിക്കുക